എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഇനി വരുന്ന എക്സാം. സോ ഇതിൽ ഇംഗ്ലീഷിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതായത് 8 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ കമൻറ്റിൽ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നറിയണമെങ്കിൽ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ത് തന്നെയാണ്? PYQs തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം PYQs തന്നെ എടുത്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ 2022 മുതലുള്ളത് നമുക്കിപ്പോൾ നോക്കി നോക്കാം. 21 അവസാനം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ. അപ്പോൾ ഇതിൽ 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 8 മാർക്കിൻ്റെ സെക്ഷൻ എവിടെ നോക്കിയേ? ഇൻ ഹർ സ്പീച്ച് ദ 3 L's ഓഫ് എംപവർമെൻറ്റ്, ക്രിസ്റ്റീൻ ലഗാർഡെ സ്പീക്സ് അബൌട്ട് 3 ഡിഫറെൻറ്റ് വേസ് ഓഫ് എംപവറിംഗ് വിമൻ. ഡു യു തിങ്ക് ദാറ്റ് ഇന്ത്യൻ വിമൻ ആർ എംപവേർഡ്? വാട്ട് ആർ ദ ചാലഞ്ചസ് വിച്ച് വിമൻ ഓഫ് ദ 21st century ഫേസ്, സച്ച് എസ് പോസിബിൾ സൊല്യൂഷൻസ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യൻ വിമൻ എംപവേർഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആൻഡ് ഇന്ന് ഈ 21st centuryയിൽ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അപ്പോൾ അത് മറികടക്കാനായിട്ട് കുറച്ച് സൊല്യൂഷൻസ് കൂടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചേർത്തിട്ടാണ് ഒരു വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ 3 L'സുമായിട്ട് ബന്ധപ്പെട്ട് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 L'സിലെ കാര്യങ്ങളും പറഞ്ഞ് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണം നമ്മളിവിടെ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ 3 L'സിൽ നിന്ന് വരാം, അല്ലെങ്കിൽ നമ്മുടെ മാച്ച് ബോക്സിൽ നിന്ന് വരാം, ഹൊറിഗലിൽ നിന്ന് വരാം, അല്ലെങ്കിൽ എനി വിമനിൽ നിന്നും വരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ള നോക്കിയാൽ, സമാൻ ഫൗണ്ടേഷൻ ഈസ് ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ് ടു ഗീവ് ട്രെയിനിങ് ഇൻ വേരിയസ് സബ്ജക്ട്സ്. ആസ് യു ആർ എ ഗ്രാജുവേറ്റ് വിത്ത് ആൻ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ടീച്ചിങ് ആൻഡ് ഹാവ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, യു ആർ വില്ലിംഗ് ടു സെർവ് ദം ആസ് എ ടീച്ചർ. റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് എ റെസ്യൂം ദാറ്റ് യു വുഡ് സെൻഡ് ടു ദം. ഓക്കെ, ദറ്റ് ഈസ് സമാൻ ഫൗണ്ടേഷനിലോട്ട് അയക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം. അത് നമ്മൾ ആദ്യം ഇംഗ്ലീഷിൻ്റെ ഇക്കൊല്ലം ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. എന്താണ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം 8 മാർക്കിന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എല്ലാവരും പോയി കണ്ടു നോക്കുക, ആർക്കെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ആ ഫോർമാറ്റ് പഠിച്ച് ഫോർമാറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. ഓക്കെ, 2-3 മാർക്ക് കിട്ടും. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് എഴുതി കൊടുത്താൽ മതി. സിമ്പിളാണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന 8 മാർക്കിൻ്റെ ചോദ്യം കൂടിയാണ്. ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത് വിമൺ എന്ന് പറഞ്ഞിട്ടൊരു പോയം തന്നിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യുക? നമ്മുടെ കാതറിൻ ടിനാൻ്റെ എനി വിമൺ എന്ന് പറയുന്ന പോയമായിട്ട് കമ്പയർ ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ കമ്പയറിങ് അപ്രീസിയേഷനും മസ്റ്റായിട്ടും ചോദിക്കുന്നൊരു 8 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ദറ്റ് ഈസ് എനി വിമൺ ആണ് ഇപ്പോൾ 2022 നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള 3 ചോദ്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് 2023 ഇംഗ്ലീഷ് സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള 8 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് തന്നെ a woman should be 2 things, who and what she wants. Such slogans have been said and gone. Still atrocities against women continue. March at Women's Day is fast approaching. Write an article on women empowerment, a dire necessity. That is again women empowerment related ആയിട്ടാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. ആർട്ടിക്കിൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ എഴുതുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്? അത് വേറെ ഒന്നുമില്ല, ഈ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കുക ആൻഡ് 8 മാർക്കിന് കണക്കാക്കി പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. 2.5 പേജ് എഴുതുക, 8 മാർക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ എവിടെയും വിമൻ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തും ഒരു നോട്ടീസ് തന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ഡിസൈഡഡ് ടു അപ്ലൈ ഫോർ ദ above post, draft your resume and application letter. Again കണ്ടോ, 2023 ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഈ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഒരു ജനറലി ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഫോർമാറ്റിലോട്ട് ഈ ഡീറ്റെയിൽസ് കൂടി അപ്ലൈ ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്ത് വീണ്ടും സൈലൻറ്റ് സ്ട്രോങ് ഡാഡ് എന്ന് പറഞ്ഞിട്ടൊരു പോയം തന്നിട്ടുണ്ട്. അതും എഗെയിൻ എന്ത് ചെയ്യുക, എനി വിമൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള പോയമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനാണ് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനി വിമൺ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ദെൻ നോക്കിക്കേ 2024 സേ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, 8 മാർക്കിൻ്റെ സെക്ഷൻ. It is time to create a world where all women can meet their potential without impediment or prejudice, and the world will reap the benefits.
ദ 3Ls will help us to get there. 3Lസിലുള്ള വരികൾ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. Based on your reading of Christine Lagarde's speech, prepare an essay on how women can realize their true potential. എങ്ങനെയാണ് സ്ത്രീകൾക്ക് അവരുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് ബേസ് ചെയ്തിട്ട് 3Lസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഒരു എസ്സേ എഴുതാൻ വേണ്ടിയിട്ടാണ്. എസ്സേ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എസ്സേ എഴുതുമ്പോഴും 8 മാർക്കിനാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക, ആൻഡ് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഹെഡിങ് കേട്ടോ. ദെൻ ഹെഡിങ് കൊടുത്തിട്ട് ജസ്റ്റ് പാരഗ്രാഫ് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എഴുതി പോയാൽ മതി. അത്രേ വേണ്ടുള്ളൂ. അവിടെ വേറെ വലിയ ഫോർമാറ്റുകളൊന്നുമില്ല. ജസ്റ്റ് എസ്സേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവണം, പിന്നെ ജസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, പിന്നെ ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പാർട്ട്. ആ ഒരു രീതിയിൽ മീൻസ് മെത്തേഡിൽ എഴുതി പോയാൽ മതി. അപ്പോൾ എവിടെയും വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്, അതും 3Lസിൽ നിന്ന്. ഇനി അടുത്ത ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യുക, പ്രിപ്പയർ ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം ഫോർ ദ പോസ്റ്റ്. അഗെയിൻ കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു ഒരു അഡ്വർടൈസ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ലെറ്റർ അതിൻ്റെ റെസ്യൂം കൊടുക്കുക. കണ്ടോ, വീണ്ടും ആവർത്തിച്ച് ഇതേ ഒരു പാറ്റേണിൽ വരുന്നില്ലേ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗെയിൻ വീണ്ടും നോക്കിക്കേ, ദ മദർ എന്ന് പറഞ്ഞിട്ട് വേറൊരു പോയിന്റ് തന്നിട്ടുണ്ട്. അതിനെ നമ്മുടെ എനി വിമണുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, റിപ്പീറ്റ് ചെയ്ത് അല്ലേ. ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇയർ കൂടി ആദ്യമേ കാണിച്ചത്. മീൻസ് ഞാൻ വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതല്ല. നമ്മൾ ആദ്യമേ ആ ഒരു വർഷം നമ്മൾ കണ്ടതാണല്ലോ, ഏത് കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന്. റിപ്പീറ്റ് ചെയ്തതുപോലെ 8 മാർക്കിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഇനി നോക്കിക്കേ, 2025 ഇംഗ്ലീഷ് സേ ഇംപ്രൂവ്മെൻറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എവിടെ കുറച്ച് വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട് അവരാ. നമുക്ക് നോക്കാം. ഗിവൻ ബിലോ ഈസ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ എ പോപ്പുലർ ഡെയിലി പോസ്റ്റഡ് ബൈ ദ നാഷണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കൗൺസിലർ ടു പ്രൊവൈഡ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ടു സ്റ്റുഡൻസ്. ഇമാജിൻ യു possess the necessary qualifications for the post. Prepare an application letter and resume for the position. സോ ദ അഡ്വർടൈസ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് തന്നെ നമ്മൾ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ആപ്ലിക്കേഷൻ ലെറ്റർ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണെന്നുള്ളത് മനസ്സിലായില്ലേ. ഇതിനടുത്ത് വിമൻ എംപവർമെൻറ്റ് ഈസ് എ റിക്വയറിംഗ് തീം ഇൻ മോഡേൺ റൈറ്റിംഗ്സ് വെർ വിമൻ ചാലഞ്ച് സൊസൈറ്റൽ നോംസ് ആൻഡ് ബ്രേക്ക് ഫ്രീ ഫ്രം ദ ലിമിറ്റേഷൻസ് ഇമ്പോസ്ഡ് അപ്പോൺ ദം. Write an essay discussing how the theme of women empowerment is presented in the 3Ls of empowerment, Matchbox and Horigallo. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വ്യത്യസ്തത. അതായത് എവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ടെടുത്ത് 3Ls മാത്രം വെച്ചിട്ടൊക്കെ ആയിരുന്നു പറഞ്ഞത്. എവിടെ നമ്മുടെ 3 ലെസൺസും 3Ls ഓഫ് എംപവർമെൻറ്റും മാച്ച് ബോക്സും ഹൊറിഗലും, ഇത് 3ലും ജനറലി എന്താണ് പറയുന്നത്, വിമൻ എംപവർമെൻ്റ് അല്ലേ പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് 3 ലെസൺസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എസ്സേ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഗൈൻ എസ്സേ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ചാപ്റ്റേഴ്സിൻ്റെ കണ്ടന്റ് കൂടി നമ്മൾ എടുക്കണം, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. എങ്കിലാണ് അവിടെ 8 മാർക്ക് കിട്ടുക. ദെൻ അടുത്ത ഒരു പോയം തന്നിട്ടുണ്ട്. ദെൻ അതിനെ മെൻഡിങ് വാൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള പോയമില്ലേ. സോ മെൻഡിങ് വാളായിട്ട് കമ്പയർ ചെയ്ത് അപ്രീസിയേഷൻ എഴുതാനാണ് 28ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് എനി വിമൺ ചോദിച്ചുകൊണ്ടിരുന്നെടുത്ത് കഴിഞ്ഞ കൊല്ലം അവർ മാറ്റി മെൻഡിങ് വാളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെൻഡിങ് വാൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് 2021 ചോദ്യം കൂടി നോക്കാം കേട്ടോ. ഇതാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇത് ആദ്യം കാണിക്കാത്തൊരു കാര്യം, ഈ ഒരു പാറ്റേണിലല്ല നമുക്കിപ്പോൾ ചോദിക്കുന്നത്. അതായത് മാർക്കിൻ്റെ പാറ്റേണിലൊക്കെ ആയാലും വ്യത്യാസമുണ്ട്. ഇതെന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത്, 2021 എന്ന് പറയുമ്പോൾ കോവിഡിൻ്റെ ടൈം ആയിരുന്നല്ലോ. അപ്പോൾ അന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ചോദിക്കുന്നൊരു മെത്തേഡിലല്ലല്ലോ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അന്വേഷിച്ചെടുക്കാം കേട്ടോ. 6 മാർക്ക് മീൻസ് ഒത്തിരി ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ ചോയ്സ് ഒക്കെ കൊടുത്തിരുന്നു കോവിഡ് ടൈം ആയത് കാരണം. നമുക്ക് അത്രയ്ക്ക് വലിയ ചോയ്സസ് ഒന്നും നമുക്കില്ലല്ലോ. 8 മാർക്കിന് ഇവിടെ എന്താണ്, ക്രിസ്റ്റീൻ ലഗാർഡെ അഫോംസ് ഇൻ ഹർ സ്പീച്ച് ദാറ്റ് വിമൻ ഷുഡ് ഡയർ ദ ഡിഫറൻസ് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺസ് ടു സക്സീഡ് ഇൻ ലൈഫ്. Look at the profiles of 2 outstanding women from Kerala. Make use of the information in the profiles to prepare a speech on the topic വിമൻ വിക്ടർ നോട്ട് വിക്ടിം. അപ്പോൾ വിമൻ വിക്ടർ നോട്ട് വിക്ടിം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു സ്പീച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലളിതാംബിക അന്തർജനത്തെ പറ്റി PT ഉഷേൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു പ്രസംഗം തയ്യാറാക്കുക. സ്പീച്ചിൻ്റെ ഫോർമാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, സ്പീച്ചിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ജസ്റ്റ് ഇനി ആരെങ്കിലും
ആരെങ്കിലും ചെക്ക് ചെയ്തില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. സ്പീച്ച് നിങ്ങൾ ഏത് ചോദിച്ചാലും ജസ്റ്റ് കുറച്ച് കോഡ്സൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കുറേ ഒന്നും എടുത്ത് എഴുതേണ്ട കാര്യമില്ല, ഒരു 1-2 ഒക്കെ മതിയാവും. ജസ്റ്റ് അതിൻ്റെ ബിഗിനിങ്ങിലും കൺക്ലൂഡിങ് പാർട്ടിലൊക്കെ ആരുടെയെങ്കിലും മീൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സുകൾ, ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കോഡ്സ്. ഇപ്പോൾ ഇവിടെ വിമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ ആണല്ലോ ഇവിടെ 8 മാർക്കിന് വന്നിട്ടുള്ളത് സ്പീച്ച്. അപ്പോൾ നമുക്ക് വിമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ പറഞ്ഞിട്ടുള്ള മീൻസ് പലരും പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല നല്ല കോഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കുന്ന സിമ്പിളായിട്ടുള്ള 1-2 കോഡ്സ് പഠിച്ച് വെക്കുക. അതിങ്ങനെ നമ്മൾ സ്പീച്ച് വരുന്ന ടൈമിലൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മുടെ സ്പീച്ച് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് അടിപൊളിയാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഒരു പോയം, മദർ ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ടൊരു പോയം തന്നിട്ടുണ്ട്. അതിന് എനി വിമണുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ചെയ്താണ് ഇവിടെ 20ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, 8 മാർക്കിനാണ്. എഗെയിൻ 8 മാർക്കിൻ്റെ ചോദ്യം. റീഡ് ദ ഫോളോവിങ് പോം, എട്രിബ്യൂട്ട് ടു ഫാമേഴ്സ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാമിംഗ് ഇൻ ദിസ് പോയം. ഓക്കെ, നമ്മുടെ റൈസ് ഇല്ലേ, ചെമ്മനം ചാക്കോയുടെ റൈസുമായിട്ട് ഈ തന്നിട്ടുള്ള എട്രിബ്യൂട്ട് ടു ഫാമേഴ്സ് എന്ന് പറയുന്ന പോയത്തിനെ കമ്പയർ ചെയ്ത് അപ്രീസിയേഷൻ ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 അപ്രീസിയേഷനൊന്നും നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യമേ, ബിക്കോസ് ഇതെന്തുകൊണ്ടാണ് കോവിഡ് ടൈമിൽ ഇറങ്ങി ആ ഒരു ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് 2 അപ്രീസിയേഷനൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ അന്ന് എന്താണ് എനി വിമണും ചോദിച്ചു, നമ്മുടെ റൈസും ചോദിച്ചിട്ടുണ്ട്. ഇനി 8 മാർക്കിൻ്റെ ചോദ്യം ലാസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്. ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഹോളി നെയിം ഹൈ സ്കൂൾ ഇൻ കൊളാബ allowed Shaheen Mystery a room to start the first Akansha Center. The school office needed a written request to be placed on record in the files. ഇമാജിൻ യു ആർ ഷഹീൻ ആൻഡ് റൈറ്റ് ദ ലെറ്റർ ഓഫ് റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഷഹീനാണെന്ന് വിചാരിച്ചിട്ട് ഒരു ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മീൻസ് ആ ഒരു റൂം അലോട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പളിന് എഴുതുന്ന ഒരു ലെറ്റർ. ഓക്കെ, അത് 8 മാർക്കിനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഫോമൽ ലെറ്ററാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഇത് 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 3-4 ചോദ്യങ്ങൾ 8 മാർക്കിന് കണ്ടു. ഒന്നുകൂടി പറയുന്നത് കോവിഡ് ടൈമിൽ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിക്കൊക്കെ ചോദിച്ചിട്ടുള്ളത്. നമുക്കിപ്പം വന്നിട്ടുള്ള റീസെൻറ്റ് പാറ്റേൺ അനുസരിച്ച് എങ്ങനെയാണ് 8 മാർക്കിന് 3 ചോദ്യങ്ങൾ തരും, നമുക്ക് ഏതെങ്കിലും 2 ചോദ്യങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇത് 2021 പേപ്പർ ആയതുകൊണ്ടാണ് ഈ രീതിക്ക് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ നമ്മളിപ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ വിമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് അതിൽ കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം ചോദിക്കുന്നുണ്ട്. അത് ഏത് വേണോ നമുക്ക് ചോദിക്കാം. ജസ്റ്റ് ഫോർമാറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഏത് ചോദ്യം വന്നാലും നമുക്കത് ഈസി ആയിട്ട് 8 മാർക്ക് കിട്ടും. ആൻഡ് ഓൾസോ ഒരു അപ്രീസിയേഷനും ചോദിക്കാറുണ്ട്. അതിലും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഏത് തന്നെയാണ്, നമ്മുടെ എനി വിമൺ ആണ്. പിന്നെ കഴിഞ്ഞ കൊല്ലം മെൻഡിങ് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതുവരെ നോക്കിയിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി വിമൺ എംപവർമെൻറ്റും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ അത് മാത്രം പഠിച്ചാൽ മതി 8 മാർക്ക് കണക്കാക്കി ഒരിക്കലുമില്ല. കാരണം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മേ ബി പാറ്റേൺ ഒക്കെ മാറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് എല്ലാം മീൻസ് എന്താണ് വിചാരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഈ പറയുന്ന 3 ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടി നിങ്ങൾ പഠിക്കുക 8 മാർക്കിന് കണക്കാക്കിയിട്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ചാപ്റ്ററാണ്. കാരണം ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് സൊസൈറ്റിയിൽ അല്ലേ അതിൻ്റെ ഒരു കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുള്ളതാണ്. അപ്പോൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് ജനറൽ ആയിട്ടൊക്കെ നമുക്ക് എസ്സേ ഒക്കെ ചോദിക്കാൻ 8 മാർക്കിന് തന്നെ ചോദിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടി എന്താണ് കണ്ടൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, മീൻസ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ അടുത്ത് അതുപോലെ തന്നെ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറഞ്ഞിട്ട് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നമ്മൾ ചാനൽ ക്ലാസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് നിങ്ങൾ നോക്കുക. കാരണം എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമില്ലേ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണല്ലോ. അപ്പോൾ അത് നമുക്ക് 8 മാർക്കിന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റിനോടൊപ്പം തന്നെ നമുക്ക് ജനറലായിട്ട് നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിന്റിലും എഴുതാനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് അനുസരിച്ച് കൂടി നിങ്ങൾ വായിച്ചിട്ട് പോവുക. ഇപ്പോൾ ഡ്രഗ്സ് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ വിമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിക്കോട്ടെ. ഓക്കെ, ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല നമുക്ക് ചോദിക്കുന്നത്, നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്താണ് ഒപ്പീനിയൻസ് പറയാനും നമുക്ക് പറ്റണം. എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വായിച്ചിട്ട് പോവുക. ജസ്റ്റ് ഓൺലൈനിൽ ChatGPT ഒക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വായിച്ചിട്ട് പോവുക. ഓക്കെ, ഇതിനടുത്ത് അമിഗോ ബ്രദേഴ്സ്. ഓക്കെ, അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ അത് 6 മാർക്കിനൊക്കെ അത്തരത്തിൽ ചോദിക്കാറുണ്ട്. എന്തിനെ പറ്റിയായിരിക്കും? ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും അതിനകത്തുനിന്ന് വരിക. ഓക്കെ, അതിൽ നമ്മുടെ ആൻ്റോണിയുടെയും ഫെലിക്സിൻ്റെയും വളരെ എന്താ പറയുക ഒരു ബെറ്റർ ആയിട്ടുള്ള ഭയങ്കര ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയില്ല പറയുന്നത്. സോ അതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ വായിച്ചിരിക്കണം. ഇനിയിപ്പോൾ അഥവാ എല്ലാം ഒന്ന് മാറിയൊക്കെ ചോദിക്കാൻ അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
അല്ല ഏത് ചാപ്റ്റർ എന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് ഇത്ര തന്നെയാണ്. വിമൺ എംപവർമെൻറ്റും എനി വിമണും അതുപോലെ തന്നെ മെൻഡിങ് വാൾ, പിന്നെ ഈ പറയുന്ന 3 ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ 8 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെ വിചാരിച്ച് പഠിക്കുക. ഓക്കെ, ഇനി അഥവാ ഇതൊന്നും 8 മാർക്കിന് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, 6 മാർക്കിൻ്റെ സെക്ഷനിൽ ഉറപ്പായിട്ടും വരും. ഓക്കെ, സോ അതുകൊണ്ട് എന്തായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ദെൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുക, സമയമെടുത്ത് പഠിക്കുക. ഓക്കെ, അത്രയേ വേണ്ടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിൽ പോയാലും അതിനകത്തൊന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് തരാൻ മറന്നു പോകരുത്. ആൻഡ് ഓൾസോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.